നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രമീള ദേവി. ഞാൻ കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ നിർവാഹക സമിതി അംഗമായിരുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അംഗമായിരുന്നു. ഫിലിം സെൻസർ ബോർഡിൻ്റെ അംഗമായിരുന്നു. ബൈ പ്രൊഫഷൻ ഐ ആം എ പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ബൈ പാഷൻ ഐ ആം എ പോയറ്റ്. ഞാൻ മലയാളത്തിലൊരു 7 കവിതാ സമാഹാരങ്ങളും ഇംഗ്ലീഷിൽ 5 കവിതാ സമാഹാരങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1/2 ഡസൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു ഇൻ്റർനാഷണൽ പീസ് ബിൽഡർ കൂടിയാണ്. ലോക സമാധാനം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഫൊക്കാനയുമായിട്ടുള്ള ബന്ധം ദീർഘകാലത്തേതാണ്. ഫൊക്കാനയുടെ ഒട്ടുമിക്ക പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഒർലാൻഡോയിൽ നടന്ന കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് ഫൊക്കാനയെക്കുറിച്ചുള്ള സന്തോഷം ഒരു കൃത്യമായ കാരണത്താലാണ്. ഈ ലോകത്തിൻ്റെ മറുഭാഗത്ത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ഇരുന്നു കൊണ്ട് ഇത്ര ശ്രദ്ധയോടെ അവധാനതയോടെ സാഹിത്യത്തിനും ഭാഷയ്ക്കും വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം അവിടുത്തെ ജീവിത തിരക്ക് നമുക്കറിയാവുന്നതാണ്. അമേരിക്ക പോലെയൊരു ഫസ്റ്റ് വേൾഡ് കൺട്രി, ഒരു 1ാം ലോക രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം തിരക്കേറിയ ദിനരാത്രങ്ങളാണ്, രാപ്പകലുകളാണ് അവിടെയുള്ളവർക്ക് എന്ന് നമുക്കറിയാം. ഈ തിരക്കുകളുടെ ഒക്കെ ഇടയിലാണ് അവർ ഭാഷയെ നിലനിർത്താനും സാഹിത്യത്തിനെ ഉയർത്തിപ്പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് എന്നത് അങ്ങേയറ്റം സ്തുത്യർഹമായ ഒരു കാര്യമാണ്. മാത്രമല്ല, അത് നമുക്കൊരു സന്ദേശം കൂടിയാണ്. നമ്മളൊക്കെയും നമ്മുടെ മാതൃഭാഷയ്ക്ക് വേണ്ടി, നമ്മുടെ മാതൃഭാഷയുടെ സമ്പന്നമായ സാഹിത്യത്തിന് വേണ്ടി പലതും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഫൊക്കാനയുടെ ഈ ഒരു കേരള കൺവെൻഷൻ എൻ്റെ സ്വന്തം ഹോം ടൗണായ, സ്വന്തം മാതൃനഗരമായ കോട്ടയത്ത് വെച്ച് തന്നെ നടത്തുകയും അതിലെനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടുകയും ചെയ്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഫൊക്കാനയ്ക്ക്, മലയാളത്തിന്, മലയാള ഭാഷയുടെ സാഹിത്യത്തിന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി.